മരുന്നിന് വന്നവനോട് നോട്ട് അവൈലബിൾ പുറത്തുനിന്ന് വാങ്ങാൻ പറയുക. സ്കാനിങ്ങിന് വന്നപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ 5 MRI സ്കാനിങ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല. ആകെ ഒരു KHRWS ഉണ്ട്. അവിടെയാണെങ്കിൽ തിരക്ക് കാരണം ആളുകൾക്ക് സ്ലോട്ടും കിട്ടുന്നില്ല. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ഇവിടെ പണമില്ലാത്ത സാധാരണക്കാരൻ അവൻ്റെ മറ്റെല്ലാ ഗതികേടും മാറ്റി വെച്ചിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ അവനോട് ഇല്ലാന്നും പുറത്തു പൊക്കോളൂന്ന് മാത്രം പറയാനായിട്ട് തുറന്നു വെക്കുന്ന ഒരു തലത്തിലേക്ക് മെഡിക്കൽ കോളേജുകളെ പോലും മതപ്പതിപ്പിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നഴ്സുമാരെ കാര്യം പറഞ്ഞു. ജൂനിയർ ഡോക്ടേഴ്സ് ഇതവിടെയുള്ള 100-200 ആളുകൾ പടിയിറങ്ങിക്കഴിഞ്ഞു. അടുത്ത 3 മാസത്തേക്കുള്ള ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് നിയമിക്കാൻ ഈ പറഞ്ഞ പോലെ പുറം കരാറാ. അപ്പം ആ സാധ്യതകൾ പോലും പുറംവാതിൽ നിയമനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പരിപൂർണമായ തകർച്ച കേരളത്തിൻ്റെ ആരോഗ്യരംഗം നേരിടുകയാണ്. ഇവരെ ബാധിച്ചിരിക്കുന്നത് PR അഡിക്ഷനാണ്. മറ്റൊന്നിലും താല്പര്യമില്ലാത്ത തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറുക. ഇപ്പോൾ ജെനുവിനായിട്ടുള്ളൊരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുക. ഈ മരുന്നില്ല എന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ ഇത് പുറത്തുനിന്നാണ് വാങ്ങേണ്ടി വരുന്നത്. ഒരു സർജറിക്ക് സ്ലോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഇത് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. ഒരു സ്കാനിങ് സർക്കാർ നിരക്കിൽ ഇതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സ്വകാര്യ ലാബുകളിലാണ് ചെയ്യേണ്ടത്. സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ മന്ത്രിസഭയിലുള്ളവർക്കോ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൺ ഉണ്ടോ? അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്? അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്ത എന്താ? ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഉണ്ടായൊരു പ്രശ്നങ്ങളല്ലല്ലോ ഇത്. ഇതിൻ്റെ മുമ്പ് തന്നെ എത്രയോ തവണ കോഴിക്കോട്ടെ മാധ്യമങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പ്രയാസങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. MK രാഘവൻ MP ഇവിടെ നിരാഹാരം കിടന്നിട്ടുണ്ട്. DCCയുടെ UDFൻ്റെ നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തെങ്കിലും നടപടിയെടുക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയുമാണ്. കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത്, കാലുമാറി ശസ്ത്രക്രിയ നടത്തുന്നത്, എന്തെല്ലാം അബദ്ധങ്ങളാണ്. ICUയിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നത്, മഞ്ഞപ്പിത്തം ബാധിച്ച 2 സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എല്ലാ ദിവസവും എണ്ണി പറയാവുന്ന സംഭവങ്ങൾ എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് അതിനൊരു മടിയില്ലാതെ ന്യായീകരിക്കുന്ന തരത്തിൽ എല്ലാം ഓക്കെ ആണെന്ന് പറയുന്ന തരത്തിൽ ഇവിടെ ഒരു ഭരണമില്ലായ്മ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു. ഇത് UDFൻ്റെ രാഷ്ട്രീയ ആരോപണമായിട്ട് കാണണ്ട. ഇതിവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട. ഒരു കറകളഞ്ഞ സഖാവിന് പോലും ന്യായീകരിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ തകർച്ചയാണ് ഡോക്ടർ ഹാരിസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഞങ്ങളുടെ വിജയത്തെ എനിക്ക് തോന്നുന്നു പോരാളി ഷാജി പോലും ന്യായീകരിക്കാത്ത തരത്തിലാണ് ഡോക്ടർ ഹാരിസ് CPMന് വേണ്ടി ന്യായീകരിച്ചത്. P. ജയരാജൻ്റെ റെഡ് ആർമി പോലും ഗോവിന്ദമാഷിനോട് നന്ദി പറയുന്ന പോസ്റ്റ് ഇട്ടപ്പോഴും സ്വരാജിൻ്റെ പെർഫോമൻസാണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന, UDFൻ്റെ കൂട്ടുകെട്ടിനെ കളിയാക്കുന്ന, വിമർശിക്കുന്ന, സർക്കാർ ചട്ടങ്ങളെ ലംഘിക്കുന്ന, ഏറ്റവും മികച്ച ട്വിസ്റ്റായിട്ട് 66,000 വോട്ടിൻ്റെ സ്വരാജിൻ്റെ വോട്ടിനെ കാണുന്ന ഒരു കറകളഞ്ഞ സഖാവ്. ഞാൻ ആവർത്തിക്കുന്നു, പോരാളി ഷാജി പോലും പറയാത്ത വാചകങ്ങളിലൂടെ LDFൻ്റെ പരാജയത്തെ, CPMൻ്റെ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച അത്രയും സഖാവായിട്ടുള്ള ഒരാൾക്ക് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഗതികേടായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനെതിരായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതികരണത്തിൽ നിന്നുണ്ടായ നിരാശയിൽ നിന്നാണ് ആ പോസ്റ്റ് പിൻവലിച്ച് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ അവസാനം പറയുന്ന വാചകം, ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന്. ഈ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രോഗിയോട് നീതി ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന തോന്നലും ആത്മനിന്ദയും ഉള്ളിലുണ്ടായിട്ടും അതിൻ്റെ ഒരു ലെവലേശം പോലും മനസ്സിൽ തോന്നാത്ത ഭരണാധികാരി പിണറായി വിജയൻ ഭരിച്ചിട്ട് എന്താ കാര്യമെന്ന് അവനവനോട് ചോദിക്കാൻ ഇവർ തയ്യാറാവണം. ആ ഡോക്ടർക്ക് തോന്നിയ ആത്മനിന്ദയുടെ കുറച്ചെങ്കിലും കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് തോന്നണം. ഒരു യൂറോളജി ഹെഡിന് അവിടെ ഇരുന്നിട്ട് എന്താ കാര്യമെന്ന് മാത്രമല്ല, ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ ഭരിച്ചിട്ട് എന്താ കാര്യം എന്ന് ആരോഗ്യമന്ത്രിക്ക് തോന്നണ്ടേ, മുഖ്യമന്ത്രിക്ക് തോന്നണ്ടേ? അതൊന്നുമില്ല. അവരെ പിടികൂടിയിരിക്കുന്ന മാറാ രോഗം PR അഡിക്ഷനാണ്.
ഇത് ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയുമായിട്ടുള്ള ലേസണാണ് ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ആളുകൾ. ഒരു കാരണവശാലും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. ഞങ്ങൾക്കിതൊരൊറ്റ സമരത്തിൻ്റെ വിഷയം മാത്രമല്ല, ഞങ്ങളിത് പറയുമ്പോഴും ഇവിടെ രോഗികൾ വന്ന് മടങ്ങിപ്പോവുകയാണ്. നാളെ ഇവിടെ രോഗികൾ വരും. അവരുടെ അവകാശങ്ങൾ അത് ഹനിക്കപ്പെടുകയാണ്. ഗവൺമെൻറ് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ PR ചെലവുകൾ വെട്ടിക്കുറച്ച് ആ പണം രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ നീക്കിവെക്കാൻ തയ്യാറാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. KPC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ചെയ്യാത്ത പക്ഷം, അങ്ങനെ ഒരു നിലപാട് ഗവൺമെൻറ്റിന് ഇല്ലാത്ത പക്ഷം ഈ പ്രതിഷേധം ഒറ്റ സമരം കൊണ്ട് അവസാനിപ്പിക്കില്ല. ഇവിടുത്തെ സാധാരണക്കാർക്കൊപ്പം അടിയുറച്ച് കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും. അവർക്ക് വേണ്ടി ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും.